ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഈ പുള വണ്ടിക്കാർക്കൊക്കെ എന്തോ ഒരു താളാല്ലേ. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയി അവർ പോണ സമയത്ത് ചോറ് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഊറ്റുന്ന തിരക്കിലാട്ടാ. അപ്പോഴത്തേന് എൻ്റെ മോനെ നീച്ച വന്നിട്ടുണ്ട്. അവനക്ക് നീച്ച വന്ന അപ്പം ചായ ഇട്ടണം കേട്ടാ. ഞാൻ ഒന്ന് ചിരിച്ചാണി നോക്കട്ടെ. നല്ലപോലെ ചിരിച്ചാ, ഒന്നും കൂടി ചിരിച്ചാ. ചായ ഇട്ടായിട്ടേന്ന് ചിരിക്കാഞ്ഞ് ഇന്ന് ചായ കുടിച്ചോ. അപ്പോൾ പിന്നെ കിച്ചൺ ഒന്നാണ്ട് ഫ്രീ ആയി. തിരക്കും കാര്യമൊക്കെ കഴിഞ്ഞല്ലോ. രാവിലത്തെ വീഡിയോസിലാവും കൂടുതൽ തിരക്ക് പിടിച്ചത്. മക്കളൊക്കെ സ്കൂളിൽ പോയാൽ പിന്നെ കുറേയൊക്കെ തിരക്ക് കുറയും കേട്ടോ. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കറി വെക്കൽ. അങ്ങനത്തെ ഉച്ചപരിപാടിയൊക്കെ പിന്നെ വീണ്ടും സ്റ്റാർട്ടാകണ മാതിരി കേട്ടോ തുടങ്ങുക. അപ്പോൾ ഇന്ന് കറി വെക്കുന്നത് കുമ്പളങ്ങി മാത്രം കേട്ടോ, ചേന ഇടണില്ല. കുമ്പളങ്ങി തായ്ക്ക് ഒരു തക്കാളിയും 3-4 പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് ഇതേപോലെ പുളി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങൾ എപ്പോഴും ചീത്തറിയും, ഞങ്ങൾ എത്ര പിന്നാലും ഇപ്പോൾ പറയും അതിമഞ്ഞും പുളിയുണ്ട് എന്നിട്ടാ. അപ്പോൾ നമ്മൾ അത്രയും ശക്തിക്ക് പിയ്യണം കേട്ടോ പുളിയൊക്കെ, കാരണം അതിമ അത്രയും ഉണ്ടാവും. അങ്ങനെ ഇതാ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അരച്ചൊക്കെ മുന്നേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ റെഡിയായിട്ട് കറി വെക്കുന്നതും അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ട് എനിക്ക്. അതായതിലും അതും കൂടെ ആകുമ്പോൾ വേഗം പരിപാടി ചെയ്യില്ല. ഇതൊക്കെ അരിഞ്ഞ് വെച്ചൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഫുഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിളുള്ള വേറെ പരിപാടി ഇല്ല കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ചിക്കൻ ഗ്രേവി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അന്നത്തെ ഫംഗ്ഷൻ്റെ ബാക്കി അതിൻ്റെ കുറച്ച് ചില്ലറ പീസുകളുണ്ട്. അപ്പോൾ അതിട്ടൊരു ഗ്രേവി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉള്ളി വാടായിട്ട് കണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവും ഓരോ ദിവസം നമ്മൾ ഉന്തി തള്ളി കൊണ്ടുപോവല്ലേ ഗൈസ്. അങ്ങനെ അപ്പോൾ അതാ ഉള്ളി നന്നായിട്ട് വാടുണ്ട്. ഈ ഉള്ളി വാടി കിട്ടാൻ ഭയങ്കര പണിയിട്ടാണ്. അപ്പോൾ ഉമ്മ പറയും കുറച്ച് ഉപ്പിട്ടെടുത്താൽ മതി, എന്നാൽ പെട്ടെന്ന് വാടും കേട്ടോ. അപ്പോൾ ഞങ്ങളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാറുണ്ട്, കാരണം പെട്ടെന്നാവണമല്ലോ. അപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഗസ്റ്റ് വന്നത്. ഗസ്റ്റ് വേറെ ആരുമല്ല, നമ്മളെ മുത്താപ്പേട്ടപ്പനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം മറിഞ്ഞ് എന്തെങ്കിലും വെള്ളം കൊടുക്കാൻ അപ്പം നമ്മൾ പിടിച്ച് തപ്പിയപ്പോൾ 2 മുസമ്പി ആട്ടോ കിട്ടിയത്. അപ്പം നമുക്കും മറിച്ചിക്കാലെന്നുള്ളതിൽ നമ്മൾ നല്ല നീട്ടി അടിച്ച്, പക്ഷേ മുസമ്പി ചതിച്ചു ഗൈസ്. ആകെ കറക്റ്റ് 2 ഗ്ലാസ്സിനുള്ള ജ്യൂസ് ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ആ വിഷമം തീർക്കാനായിട്ട് 2-3 ഗ്ലാസ് പച്ചവെള്ളാട്ട കുടിച്ചത്. അധികം വെള്ളം നെറ്റുമില്ല ചൂലായിട്ട് എന്ത് വെള്ളമാണിതെന്ന്. മുസമ്പി മാത്രമല്ല ചതിച്ചത് ഗൈസ്, ഉള്ളിയും ചതിച്ചു. ഞാനൊന്ന് ജ്യൂസ് അടിക്കാൻ പോയതിൽ ഉള്ളി ഒന്ന് ജസ്റ്റ് അടി പിടിച്ചിരിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് തക്കാളി ഇട്ടെടുക്കുന്നത്. കുറച്ചൊക്കെ തക്കാളി എടുത്തിട്ടുണ്ട്, കാരണം ക്വാണ്ടിറ്റി കൂട്ടണമല്ലോ. അപ്പോൾ ചിക്കൻ കുറവായതിനാൽ തന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയും കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അതിൻ്റെ കൂടെ കറി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറിയും കായും കൂട്ടിയിട്ടാണ്. ഇനിയിപ്പോൾ തക്കാളിക്ക് പിന്നെ വലിയ ഡിമാൻഡില്ല, അതുകൊണ്ട് വേഗം പെട്ടെന്ന് വാടും. അപ്പോൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ ഇട്ട് കൊടുത്തത്. ആരെ കുട്ടിയാ മീനു? ആരെ കുട്ടിയാ? ഞങ്ങൾ കുളിക്കാൻ പോവാ അല്ലേ? കുളിക്കാൻ പോവാ നമുക്ക് സീലാപ്പാണ് സീലാപ്പ് അല്ലേ? സീലാപ്പാണ് പറഞ്ഞ സീലാപ്പാണ്. ഈ കുട്ടിക്ക് ജലദോഷാണല്ലേ പുന്ന? ഞങ്ങൾക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുട്ടിൽ തേങ്ങ ഇടണാരി ജലദോഷം വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഞങ്ങളൊക്കെ ഒന്ന് മാറി മരുന്നൊക്കെ കുടിച്ച് റെഡി ആയി വരുമ്പോൾ താത്താരെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഞങ്ങളങ്ങനെ ഏറ്റുപിടിക്കും കേട്ടോ. അങ്ങനെ ഇത് എന്നിട്ട് അല്ലാതെ അങ്ങനെ നടക്കട്ടെ. ഇതിലേക്ക് നമ്മൾ മസാല ഇട്ടെടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ചിക്കൻ മസാല ഇട്ടെടുക്കുന്നത്. പിന്നെ മല്ലിപ്പൊടിയും കുറച്ചൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കണ്ട് പേടിക്കേണ്ട, കാരണം ചിക്കനിക്കും കൂടുള്ള ഉപ്പും കൂടെ ഇട്ടെടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം വാടാൻ മാത്രമേ ഉപ്പെല്ലാം ഇട്ടെടുത്തിട്ടുള്ളൂ. അപ്പം അങ്ങനെ എന്നിട്ട് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഉണ്ടല്ലോ, ഞാൻ തീരെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ ഒരു മസാലയിലാണ് ഇതാക്കി വയറ്റുന്നത്. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട്
മൂടി വെച്ചിട്ട് വേവിക്കായിട്ടൊക്കെ കേട്ടോ. കുക്കറിലൊന്നുമല്ലല്ലോ, നമ്മളിങ്ങനെ ചട്ടിയിലല്ലേ. അപ്പോൾ അത്യാവശ്യം അതിന് വെള്ളം ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് അവസ്ഥ നോക്കാമല്ലോ. അങ്ങനെ ഇനിയുണ്ടല്ലോ ഇത് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ നിന്ന് ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടിയിൽ ഇരിക്കുന്ന ആ ഒരു പെർഫെക്റ്റ് കുക്കറിൽ കിട്ടൂല കേട്ടോ. അങ്ങനെ നമ്മൾ ചട്ടിക്കാണ് മാറ്റാറ്, കുക്കറിലൊന്നും വെക്കാറില്ല കേട്ടോ. വെച്ചതൊക്കെ നമ്മൾ ചട്ടിക്കും പാത്രം ആക്കിയിട്ട് കുക്കറിന് നമ്മൾ സേഫായിട്ട് എടുത്തേക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഇപ്പോൾ കണ്ടോ വെള്ളം കണ്ടോ, അതിൽ നിന്ന് അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 വേവിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാട്ടോ. അത് കുറച്ചൊക്കെ ചേർത്തിട്ട് പിന്നെ നമ്മൾ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഇത് നന്നായിട്ട് വറ്റണം എന്നൊന്നുമില്ല, ആ ഒരു ഗ്രേവി ആ ഒരു കായുള്ളതും നല്ലതാട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് വറ്റിച്ചും കണ്ട് ഇതാക്കണമൊന്നുമില്ല, ഈ ഒരു പരുവത്തിലാട്ടോ കുക്ക് ചെയ്യുക, എന്താ പറയുക, സെർവ് ചെയ്യുക. കാരണം ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം ഇങ്ങനെ വേണം, അതിൻ്റെ ഒരു കായം എന്തൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ക്ലീനിങ്ങും സ്റ്റാർട്ട് ആയിക്കണ്. ഇത് പിന്നെ കാലക്രമേണ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ റൂമിൽ ചെന്നപ്പോൾ അല്ലപ്പ കണ്ടില്ലേ ബെഡ്ഷീറ്റ് കൈകാട്ടതായിരുന്നു. അപ്പോൾ ഇതൊരു പണിയാണ്. അപ്പം ഇനി ഏതായാലും കുളിച്ച് വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്യാമറ ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് ബെഡ്ഷീറ്റും കൂടെ വിൽക്കിനെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതല്ല ഭയങ്കര തലവേദനയുള്ള പണിയല്ലോ. നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു, നമ്മുടെ മക്കളൊന്നും വന്ന് ആണ്ടുകൊണ്ടിരുന്ന ബെഡ്ഷീറ്റ് ഊരി ഞാൻ ഒരുപാട് വീട്ടിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, ആ കലങ്കോലായി കിടക്കുന്നത്. പക്ഷേ അങ്ങനെ ഒന്നുമില്ലാതെ വിരിച്ച പാട് കിടക്കുന്നു. പിന്നെ എപ്പോൾ നമ്മൾ ഊരിന ആ രൂപത്തിൽ ബെഡ്ഷീറ്റ് കോലായി അങ്ങനെ ഇങ്ങനെയായി കിടക്കാതെ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിടക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ തലയണ ഇതൊന്ന് കവറിട്ടിട്ട് മാറ്റട്ടെ. ഇതിലൊരു അധികപ്പറ്റാണ്, പിന്നെ അതിലൊരുപാട് അധികപ്പറ്റുകളുണ്ട്, അതൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോന് കളിക്കാൻ ഒരുങ്ങിയാൽ ഇങ്ങനെ കേട്ടോ എല്ലാവരും കൂടെ. ഇപ്പോൾ ഇതാ 4 മൂലയിൽ ഞാൻ ഇതുപോലെ ഒരു കെട്ടാട്ടോ ഇട്ടിങ്ങനെ. എന്നിട്ട് നമ്മളുണ്ടല്ലോ അത് ബെഡിൻ്റെ ചോട്ടിക്കായിട്ട് ബെഡ് പൊന്തിച്ചിട്ട് അതിൻ്റെ ചോട്ടിക്ക് തന്നെ ആക്കണം കേട്ടോ. അങ്ങനെ 4 തല ആക്കിയതിന് ശേഷം പിന്നെ 4 ഭാഗം ഒന്ന് റെഡിയാക്കിയാൽ ആ ബെഡ്ഷീറ്റ് പിന്നെ ബെഡ്മെന്നും കണ്ട് ഇളകൂല കേട്ടോ. നമ്മൾ എടുക്കുന്ന ടൈമിലുണ്ട് പോരുക എന്നല്ലാതെ ആ നീറ്റിൽ പിന്നെ ജസ്റ്റ് ഒരു ചെളിവ കാര്യം നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് റെഡിയാക്കി കൊടുത്താൽ മതി. അങ്ങനെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ടോയ്സും കാര്യമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ റെഡിയാക്കി ജസ്റ്റ് ഒന്ന് സ്പ്രൈൻ അടിച്ച് റൂമൊന്ന് ഫ്രഷ് ആക്കിയിട്ടാണ്. ഇനിയുണ്ടല്ലോ ആ ഒരു ബെഡിൽ കിടക്കാൻ യാ അല്ലാ, അതാണ് അന്തസ് എന്ന് പറഞ്ഞത്. കാരണം നമ്മളൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നടു നിർത്താൻ വരുമ്പോൾ ഈ ബെഡ് ഇങ്ങനെ കിടക്കണമെന്ന് കാണുമ്പോൾ മൊത്തത്തിൽ പോയില്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഞങ്ങളെ ചാനൽ ഇഷ്ടമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ വീഡിയോയിലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.